ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ ബീഫ് ബിരിയാണിയാണ് കേട്ടോ. എന്നും ചോറൊക്കെയല്ലേ കഴിക്കണത്. അപ്പം ഇന്ന് നമ്മളൊന്ന് മാറ്റി പിടിച്ചാലോ? വാ, നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇവിടെ നമ്മൾ 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതിലാദ്യം കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ 3 സവാളയാണ് എടുത്തിരിക്കുന്നത്, അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5-6 വലിയ മുളകാണ്, അത് ചതച്ച് വെച്ചിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ നമ്മൾ മുളകും കുരുമുളക് പൊടിയാണ് എരിവിന് വേണ്ടി യൂസ് ചെയ്യുന്നത് കേട്ടോ. മുളക് പൊടി യൂസ് ചെയ്യണില്ല, അതുകൊണ്ടാണ് കൂടുതലും മുളക് ചതച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതും, പിന്നെ 2 തക്കാളി അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ നമ്മൾ കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബീഫും ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 6-7 വിസിൽ വരണ വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ 6-7 വിസിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുക്കർ തുറന്നു. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ബീഫ്. അപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തേക്ക് മാറ്റി. അതിൻ്റെ ബാലൻസ് ഉള്ള വെള്ളമാണ്, ഇത് കളയരുത്, നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ബീഫ് എടുക്കുമ്പോൾ എന്തായാലും എല്ലുള്ള ബീഫ് നോക്കി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാട്ടോ. അപ്പോൾ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ അതേ കുക്കർ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്യാം. എന്നിട്ട് അത് നന്നായിട്ട് മൂക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം അത് മൂത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച പച്ചമുളക് അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. പച്ചമുളക് ഏകദേശം മൂത്തതിന് ശേഷം അരിഞ്ഞു വെച്ച് സവോള ആഡ് ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴറ്റി കിട്ടും. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമ്മൾ തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തക്കാളി നന്നായിട്ട് ഒന്ന് പാകമായി വരണ വരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാതും നല്ല രീതിയിൽ പാകമായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ ബീഫ് വേവിച്ച വെള്ളം അതിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ലൂസാക്കി എടുക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ വേവിച്ച് മാറ്റി വെച്ച നമ്മുടെ ബീഫ് അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗ്രേവിയൊക്കെ ബീഫിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം നമുക്ക് വേവിക്കാം. അപ്പോഴത്തേക്കും ഇഹു എണീറ്റ് വന്ന് ഹാജർ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന ദിവസം ആൾക്ക് തീരെ ഉറക്കമുണ്ടാവില്ല, നേരത്തെ എൻ്റെ കൂട്ടി എണീക്കും. അപ്പോൾ എണീറ്റ് വന്നപ്പോൾ കസാരയിൽ ഇരുത്തിയപ്പോൾ പിന്നെ അതിൽ നീച്ച് നിന്നിട്ടുള്ള കലാവിരുദ്ധകളാണ് ഈ കാണുന്നത്. അങ്ങനെ ബീഫ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ വേറൊരു പാത്രത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഈ ഒരു ഗ്ലാസ്സിൽ 3 ഗ്ലാസ് അരിയാണ് ഇട്ട് എടുക്കുന്നത്. ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിക്കാണ് എടുക്കേണ്ടത്. മിഹു അപ്പുറത്ത് നിന്നിട്ട് എന്തൊക്കെയോ വർത്താനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അരി നന്നായി കഴുകിയിട്ട് അത് നമുക്ക് ഊറ്റി മാറ്റി വയ്ക്കാം. ഇനി റൈസ് ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം ദമ്മിടാൻ പറ്റിയ വലിയ പാത്രം നോക്കിയിട്ട് തന്നെ എടുക്കുക. അപ്പോൾ അതിലേക്ക് ആദ്യം ഡാൽഡയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നന്നായി ചൂടാവുമ്പോൾ ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും വറുത്ത് കോരി മാറ്റി വയ്ക്കാം. അതിനുശേഷം നല്ല തിന്നായിട്ട് അരിഞ്ഞ സവോള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കോരി എടുക്കാം. ഇനി റൈസിന് വേണ്ട സ്പൈസസ് ഒക്കെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂക്കുന്ന വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും അതുപോലെ തന്നെ സവോള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ എല്ലാതും നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന അളവിൽ 6 ഗ്ലാസ് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് എല്ലാതും നല്ല രീതിയിൽ യോജിപ്പിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ശരിക്കും കുറച്ച് ഉപ്പ് മേലേക്ക് നിൽക്കുന്ന രീതിയിൽ വേണം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നാലാണ് അരിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഉപ്പ് പാകാവത്തുള്ളൂ. മൂടി വെച്ച് നന്നായി വെള്ളം തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. വെള്ളമൊക്കെ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ ഉപ്പ് ഒന്നും കൂടി നോക്കാം. കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഇടാം. മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം.
ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. അടി പിടിച്ചിട്ടുണ്ടോ വെള്ളം വറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. അങ്ങനെ റൈസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. പിന്നെ നമുക്ക് വേറൊരു പാത്രത്തേക്ക് ഇത് മാറ്റാം. ഇനി നമുക്ക് ദമ്മിടാം. അതിന് അത്യാവശ്യം ഒരു വലിയ പാത്രം തന്നെ എടുക്കുക. അതിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് ബീഫ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. വീണ്ടും നെക്സ്റ്റ് ലെയറായിട്ട് ബീഫ് ഇട്ട് കൊടുക്കാം. അതിന് മുകളിൽ വീണ്ടും ബാക്കിയുള്ള റൈസും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് മുകളിൽ ഒന്ന് തൂകി കൊടുക്കുന്നുണ്ട്. ശേഷം മാറ്റി വെച്ചിരിക്കുന്ന സവോളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും മുകളിലായിട്ട് വിതറി കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ച് 5 മിനിറ്റ്സ് സിമ്മിലിട്ടിട്ട് ഓഫ് ചെയ്യാം. ബിരിയാണി വെച്ച് കഴിയാറാകുമ്പോഴേക്കും ഇഹുവിൻ്റെ ക്ഷമയൊക്കെ തെറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറുതായിട്ട് ആൾക്ക് വിശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് തോന്നുന്നുണ്ട്. പിന്നെ ഞാനൊക്കെ ജസ്റ്റ് ഒന്ന് സോപ്പിട്ട് ഇങ്ങനെ നിർത്തിയേക്കാണ്. ഒരു അരമണിക്കൂറിന് ശേഷം നമ്മൾ ദമ്മ് പൊട്ടിക്കുകയാണ്. അപ്പം നല്ലൊരു അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ബീഫ് ബിരിയാണി നമ്മൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ബിരിയാണീൻ്റെ ഒപ്പം നല്ല അടിപൊളി മാങ്ങ അച്ചാറും സർലാസും പപ്പടും ഒക്കെ കൂടി ഒന്ന് കൂട്ടി കുഴച്ച് നമുക്ക് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മൾക്ക് ഇഹുവിനും കുറച്ച് കൊടുക്കുന്നുണ്ട്. ഇഹുവിന് ആദ്യമായിട്ടാണ് ബിരിയാണി കൊടുക്കുന്നത്. അപ്പോൾ ഇഹു അത് കഴിച്ചപ്പോൾ വളരെ ഹാപ്പിയായി. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.